ഞാൻ ക്യാൻസർ പേഷ്യന്റ്. അങ്ങനെയാണ് ലോകത്തിൽ അങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ട്, മരുന്ന് കഴിക്കാനുണ്ട്. അറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാകും കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ തന്നെ കണ്ടൊരു ക്ലിപ്പാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഹർത്താൽ നടത്തി ജീവിക്കുന്നവരാണ് നിങ്ങൾ ഹർത്താൽ നടത്തി ജീവിച്ചോ? ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ എമർജൻസി ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ബാക്കി കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടില്ല എന്നുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങൾ എന്ത് തെമ്മാടിത്തരമാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിടുമെന്ന് നിങ്ങൾ എന്തീ പറയുന്നത്? നിങ്ങൾ ഈ ഗുണ്ടകളുടെ പോലെയാണല്ലോ നിങ്ങൾ പെരുമാറുന്നത്. ആ വ്യക്തി രോഗി ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, അവർക്ക് ഡേറ്റ് കൊടുത്തേക്കുന്നത് ഇന്ന്. അവർക്കതിന് പോയേ പറ്റി, അവർക്ക് അവരുടെ ആരോഗ്യം നോക്കണ്ട, അവർക്ക് അവരുടെ കുടുംബം പുലർത്തണമെങ്കിൽ അവർക്ക് ആരോഗ്യം വേണ്ടേ, അവർ ചികിത്സ ചെയ്യാൻ. ഇന്നലെ ഇപ്പോൾ കൂടെ മിനിയാന്ന് കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളാണ് അവിടെ ഡേറ്റ് എടുത്ത് കൊടുക്കുന്നത്. അതിന് ഓരോ സമയം ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തേക്കുന്ന അപ്പോയിൻമെൻറ്റ് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇവനെന്താ തലച്ചോറില്ല ചിന്തിക്കാനായിട്ട്. ഈ സമരം എന്ന് പറയുന്നത് ആഘോഷമാക്കുന്നവരുടെ ആഘോഷമല്ല ഈ സമരം, ഈ ഹർത്താലൊക്കെ. ഒരു നീതി കിട്ടാത്തവൻ്റെ അവസാനത്തെ നിലവിളിയാണ് ഈ സമരം എന്ന് പറയുന്നത്. ആ നിലവിളിയൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓർക്കുക, കൊലപ്പെടുത്തുന്ന ഒരു മനുഷ്യനെയല്ല, ഒരു ജനതയുടെ പ്രതീക്ഷയാണ്. കുറച്ച് ദയ മറ്റുള്ളവരോട് കാണിക്കുക, മൃഗങ്ങളാവാതിരിക്കുക. ആ വ്യക്തി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലോട്ട് സഞ്ചരിക്കുകയാണ്. വല്ല ടൂറ് പോകുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ തടഞ്ഞു നിർത്തി പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ അതിലൊരു കാര്യമുണ്ടെന്ന് പറയാം. ഇത് ഹോസ്പിറ്റലിൽ ഒരു പനിയായിട്ടോ ഒരു പല്ലുവേനായിട്ട് പോയ ഒരാളല്ല, ക്യാൻസർ രോഗിയായിട്ട് പുള്ളി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലുകാർ കൊടുത്ത അപ്പോയിൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി അടുത്ത ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട് പോകുന്നതാണ്, മരുന്ന് മേടിക്കാനും മറ്റാവശ്യങ്ങളായിട്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയേണ്ട വാചകമല്ല ഇത്, പറയേണ്ട ടോണല്ല ഇത്. എന്തർത്ഥമായിക്കോട്ടെ, ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് തന്നെ പറയും.